കണ്ട വാഗ്ദത്തമില്ലേ, അതിനെ ഒതുക്കിയാണ് ഇത്രയും നാള് ലാബാൻ ചിന്തിച്ചേ. പക്ഷെ ഇനി അങ്ങോട്ട് നീ നിരൂപിക്കും. ഇനി അങ്ങോട്ട് നീ നിരൂപിക്കും. അത് നടക്കും. ആമേൻ. അത് നടക്കും. ചരിത്രം ഇതുവരെ വിപരീതമായതാ ആട് പ്രസവിച്ചത്. ഇതുവരെ അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. പക്ഷെ തമ്പുരാന്റെ ഈ വാക്ക് കേട്ടപ്പോ മുതൽ യാക്കോബ് നിരൂപിച്ചത് ആൾക്കിടയിൽ നടക്കാൻ തുടങ്ങി. നാളിതുവരെ വിപരീതമായതാ നടന്നത്. നാളിതുവരെ ലാവാൻ ചിന്തിച്ചതാ നടന്നത്. പക്ഷെ ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അതിനെ തിരിക്കുന്ന രീതിയിൽ നിന്റെ നിരൂപണം അതിനകത്ത്. പിന്നെ അങ്ങോട്ട് ഹല്ലേലൂയ, അവന്റെ സീസണെ തമ്പുരാൻ അങ്ങ് തുറന്നു. അവൻ സീസണെ തമ്പുരാൻ അങ്ങ് തുറന്നു. പിന്നെ അവൻ ചിന്തിക്കുന്നത് അങ്ങ് പ്രസവിക്കുകയാ. പിന്നെ എല്ലാ മേഖലയിലും അവൻ തൊടുന്നത് അങ്ങ് അനുഗ്രഹിക്കപ്പെടുകയാ. ഇന്ന് ഞാൻ പറയാ, പിശാച് ചിന്തിച്ച് ചിന്തകൾക്ക് മുകളിൽ നീ ചിന്തിക്കാൻ തുടങ്ങിയാൽ ഈ മാർച്ച് മാസം നീ പറയുന്നത് നടക്കും. കടമാണോ മാറേണ്ടത്? സാമ്പത്തിക ബുദ്ധിമുട്ടാണോ മാറേണ്ടത്? എന്തോ പരിശുദ്ധാത്മാവ് ഇവിടെ നിൽക്കുമ്പോൾ എന്നോട് പ്രവചിക്കാൻ പറയുന്നു. ഒത്തിരി നന്മകൾ വരുന്നുണ്ട്. 4 സൈഡിൽ നന്മകൾ ആവശ്യത്തിനും അധികം വരുന്നുണ്ട്. പക്ഷെ കട ഒഴിഞ്ഞിട്ട് സമയമില്ല. അങ്ങനെയുള്ള ആരോ ഇതിനകത്ത് കടന്നു വന്നിരിപ്പുണ്ട്. കടമൊഴിഞ്ഞിട്ട് ടൈമില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒഴിഞ്ഞിട്ട് സമയമില്ല. ഒന്ന് മാറി. ഇന്ന് ഞാൻ പറയാം, മാർച്ച് മാസം 1-ാം തീയതി നീ നിരൂപിക്കാൻ തുടങ്ങ. ഒരു പിടി മാവിനകത്ത് കൈയിട്ടപ്പോ എന്തായിരിക്കും ആ സഹോദരിയുടെ ചിന്ത? എന്തായിരിക്കും ആ സഹോദരിയുടെ ചിന്ത? പക്ഷേ അവൾ ചിന്തിച്ചോട്ട് കരമങ്ങോട്ട് ഇട്ടപ്പോ, ഓ, ആ ഒരു സീസണെ മുഴുവൻ തിരിക്കാനുള്ളത് ആ ഒരു പിടി മാവിനകത്തു നിന്ന്, ഇന്ന് പകൽ ഞാൻ പറയാ, നിന്റെ തലമുറയെ പറ്റി ഇവിടെ ഇരിക്കുന്ന മണിക്കൂറുകളിൽ നീ ചിന്തിക്ക. നിന്റെ തലമുറയെ പറ്റി നീ ചിന്തിക്ക. അത് തമ്പുരാൻ നടത്തി തരൂ. നിന്റെ തലമുറയെ പറ്റി നീ ചിന്തിക്ക. അത് ദൈവം നിനക്ക് നടത്തൂ. നിന്റെ തലമുറയുടെ ഭാവിയെ പറ്റി നീ ചിന്തിക്ക. തകർച്ചക്കകത്തിരിക്കുകയാണോ? നീ വിശ്വാസത്തോടെ ചിന്തിക്ക. അത് തമ്പുരാൻ നടത്തി തരൂ. നിന്റെ ജീവിതത്തിന്റെ മേഖലകളെ പറ്റി നീ ചിന്തിക്ക. ഹല്ലേലൂയ. ലാബാന്റെ ചിന്തകളല്ല നടക്കുന്നത് നിന്റെ വീടിനകത്ത്. ലാബാന്റെ ചിന്തകളല്ല നിന്റെ വരുമാന മേഖലകളിൽ നടക്കുന്നത്. ലാബാനിട്ട കുരുക്കുകളും പദ്ധതികളും അല്ല. 10-20 വർഷമായിട്ട് നിന്നെ ഒതുക്കി വെച്ചു. നിന്റെ നന്മകളെ തടഞ്ഞു വെച്ചു. ഇന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാ, അതിനെ പൊട്ടിച്ച് നീ നിരൂപിക്ക.